എത്രത്തോളം വേദനകളും കരഞ്ഞും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെക്കാട്ടിലും മടങ്ങ് സൗഭാഗ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ എത്ര ലക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മൈ സർജറിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിടുമ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കട്ടെ നമ്മൾ? അതെ ഇല്ലേ? ആ കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് പിള്ളേർ എന്നെ നോക്കിയത്. സൂര്യയും ഹരിണിയും അനുവും ശീതളും ജാനകിയും ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്നെ പൊന്നുപോലെ നോക്കുന്നത്. അതായത് എന്നെ എടുത്തിരുത്താൻ പറ്റുമെങ്കിൽ എടുത്തിരുത്തും, എടുത്ത് കിടത്തണമെങ്കിൽ എടുത്ത് കിടത്തും. എന്നെ എന്താ പറയുക, സർജറി കഴിഞ്ഞ് ഞാൻ എടുത്ത റിസ്കി സർജറി എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഗ്യാസ് പോകണം. ഗ്യാസ് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഡിഫിക്കൽട്ട്. 24 അവേഴ്സിനുള്ളിൽ ഗ്യാസ് പോകണം ഈ സർജറി കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത സർജറി കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞു, എന്നെ ICUയിൽ കൊണ്ടുവന്നു. ICUയിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. രാത്രി ഏകദേശം 1:30-2 മണിയാവും എനിക്ക് മലം പോവുക. അത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. സർജറി കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഓർക്കണം. അപ്പോഴത്തേക്ക് എനിക്ക് മലം പോകണം. ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഇരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സൂര്യ എന്നെ പിടിച്ചു, ഞാൻ ബാത്റൂമിൽ പോയി ഇരുന്നു, എൻ്റെ മലം പോയി. എനിക്കത് അവൾ കഴുകിത്തരുക. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. ബോഡി മുഴുവൻ ട്യൂബും അതും ഇതും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോഡി പോലെ ഇങ്ങനെ ക്ലോസറ്റിൽ ഇരിക്കുവാണ്. അതവളെനിക്ക് കഴുകിത്തരും. അതെനിക്ക് എങ്ങനെ ഫോർഗറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ലൈഫിൽ? അത് ഫോർഗറ്റ് ചെയ്ത ഞാൻ മനുഷ്യശ്രീ അല്ലാണ്ടായിപ്പോകും. ഇത്രയും റിസ്കി ആണ് എന്നറിഞ്ഞിരുന്നിട്ടും ആ ഒരു സർജറി എടുക്കാനായിട്ട് തോന്നിയത് അത് രഞ്ജുമ്മയുടെ തന്നെ ഒരു ഡിസിഷൻ, എൻ്റെ ഒരു തീരുമാനമായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു. ഡോക്ടർ എന്നോട് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചിട്ടില്ല. സർജറി ടേബിളിലേക്ക് ചെല്ലുന്നത് വരെയും എന്താ പറയുക, ഒരു നിസ്സഹാവസ്ഥ എന്നെ വന്ന് മൂടി പെട്ടെന്ന്. എനിക്ക് അനസ്തേഷ്യ തരുന്നതിന് മുമ്പുള്ള ഒരു സീനാണ്. ഡോക്ടർമാർ രഞ്ജു അറിയാം, കണ്ടിട്ടുണ്ട്, അപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് 20% വിജയസാധ്യതയുള്ള സർജറി എല്ലാം ഓക്കെ ആക്കി വെച്ചു. അനസ്തേഷ്യ തരേണ്ടത് മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് ഇനി ഒന്നും പറയാൻ പറ്റില്ല, വേണ്ട ഡോക്ടർ എനിക്ക് ഈ സർജറി വേണ്ട, മറ്റേ സർജറി മതി എന്ന് പറയാനുള്ള ഒരു സമയമില്ല. അനസ്തേഷ്യ തന്നു. 14 മണിക്കൂർ നീണ്ടു നിന്ന ലോങ് സർജറി. ബോധം തെളിയുമ്പോൾ ഇതിൻ്റെ റിസ്കി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കോമ സ്റ്റേജിലേക്ക് പോകും, ഒന്നെങ്കിൽ ഡെത്ത് സംഭവിക്കും. ഇത് രണ്ടിനിടയിൽ ഉള്ളതാണ് എൻ്റെ ലൈഫ്. ആ ലൈഫ് എനിക്ക് തിരികെ പിടിക്കണം. പക്ഷേ 14 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈ നീര് വന്ന് തളർന്നു പോയി. കൈ പൊക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഹെഡിൻ്റെ ബാക്കിൽ ബ്ലഡ് ക്ലോട്ടായി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അവിടെ നടന്നു. ബ്ലഡ് ക്ലോട്ടായി, റൈറ്റ് ഹാൻഡ് പൊക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ രഞ്ജു എന്ന് എന്നെ ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് നോക്കും. ആർ യു ഓക്കെ? യെസ് ഡോക്ടർ, ഞാൻ ഓക്കെയാണ്. ഏതോ ഒരു അബോധാവസ്ഥയിൽ ഞാൻ പറയുവാണ്. അപ്പോൾ ഡോക്ടർ കൈ പൊക്കാൻ നോക്കുമെന്ന് പറഞ്ഞു. കൈ പൊക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. ഈ കൈ പൊക്കാൻ നോക്കുന്നു, ഈ കൈ പൊക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ച ഒരു ചോദ്യം, ഡോക്ടർ ഇനി എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ, ബ്രഷ് പിടിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. കൂൾ. പക്ഷെ അത് എന്തോ വിതിൻ സെക്കൻഡുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ ഇത് ഓക്കെ ആയി. ഞാൻ എൻ്റെ ICUവിൽ കിടക്കുമ്പോൾ 20 അടി നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആഫ്റ്റർ മൈ സർജറി എന്നെ ICUവിൽ കൊണ്ടുവന്നു. ഞാൻ 20 മീറ്റർ നടക്കണം, ഡോക്ടർ പറഞ്ഞു. ഇതെല്ലാം വെച്ച് കെട്ടി നടക്കണമെന്ന് പറഞ്ഞു. നടന്നു ഞാൻ 20 മീറ്റർ, തനിയെ പല്ല് തേച്ച്. ഇത്ര അധികം പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാ സ്ട്രഗിൾസിനെയും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് തരണം ചെയ്ത് ഇന്നിപ്പോൾ ചിരിച്ച് ജീവിതത്തെ വാശിയോടെ കണ്ട് ഇത്ര നല്ല, എന്താ പറയുക, എനിക്കൊക്കെ അസൂയ തോന്നുന്ന പോലത്തെ ഒരു ലെവലിലേക്ക് രഞ്ജുമ്മ എത്തി. ആ എല്ലാം നേടി. എന്നെക്കൊണ്ടൊന്നും രഞ്ജുമ്മയുടെ അടുത്തൂടെ പോലും ഞാൻ എത്തിയിട്ടില്ല. ആ ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രത്തോളം ശരിക്കും ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ. എത്ര ബ്ലെസ്ഡ് ആണ് രഞ്ജുമ്മ.
ഇനി ഒരിക്കലും സങ്കടം എന്ന് പറയണത് ഒന്നും ഒരിക്കലും വരാൻ പാടില്ല. ഗോഡ് ബ്ലെസ് യു. കാരണം എനിക്കെന്താ പറയാ, ഞാൻ രാധുചേട്ടൻ്റെ കൂടെ മേക്കപ്പ് ചെയ്യാൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് എത്ര തമാശ പറഞ്ഞ ആൾ ഇന്നിപ്പോ നേടിയെടുത്തിരിക്കുന്നത് ചെറിയ കാര്യമൊന്നും അല്ല. ശരിക്കും ഭയങ്കര ഒരു വിൽ പവറാണ്. എനിക്കിനി ചിരിക്കാനാണ് ഇഷ്ടം രമ്യ. കാരണം ഞാൻ എൻ്റെ ചിരിയെ ഞാൻ അത്രത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇനി എനിക്ക് കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എല്ലാം എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും, എന്നെ കൂടി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചറിവാണ് എന്നെ ഇനി മുന്നോട്ട് നയിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ലോകം എത്ര വിശാലമാണെന്നുണ്ടെങ്കിലും മനുഷ്യർക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത ചില ഇടങ്ങളും ഉണ്ട്, അല്ലേ? സത്യമായിട്ടുണ്ട്. നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് ഒരുപാട് തവണ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു ഇഗ്നോറിങ് വരുന്നു. നമ്മൾ എന്താ പറയുക, നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത ചില വേർഡുകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ എല്ലാവർക്കും പറ്റുമെന്ന് അറിയത്തില്ല, അതിനെയെല്ലാം സില്ലിയായിട്ട് തള്ളിക്കളയാനായിട്ട്. പക്ഷേ ചിലർ കണ്ടുപിടിക്കും എന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗീതി, റോഷ്നി, ജാസ്മിൻ, ഹരണി, ഇവരൊക്കെ എന്നെ കണ്ടുപിടിക്കും. എന്തോ ഒരു വിഷമമുണ്ട് എന്നുള്ളത്.